വീട്ടിലെ പത്തിരിപ്പ് ഒരു ദിവസം കഴിഞ്ഞു പോയി എന്തൊക്കെ അപരാധങ്ങളെ കാണുന്നു. എന്തേ സോഷ്യൽ മീഡിയയിൽ റീച്ച് കൂടാൻ വേണ്ടി എന്തൊക്കെ കോമാളിത്തരങ്ങൾ അവർ കാണിക്കുന്നു. അവരെയൊക്കെ ഇന്റർവ്യൂ ചെയ്യാൻ കുറച്ച് തെണ്ടിക്കുട്ടികൾ. അത് ശരിയാട്ടാ. ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും കഴിവുള്ളവരെക്കാളും കൂടുതൽ നിന്നെ പോലുള്ള കഴിവേറുകളാ. സത്യം. ഇതാണല്ലേ പെണ്ണ് തേക്കുന്നോ? എന്നിട്ട് അല്ല, അച്ഛനും അമ്മയും കല്യാണത്തിനപ്പോ അവിടുത്തെ പെണ്ണ് തേക്കുന്ന പെണ്ണ് ഇത്തിരി ശോകണ്ടാ. ബെസ്റ്റ്. നമുക്ക് ആ പൈസ അയച്ചോളൂ. അർജന്റീന പറ്റുന്നത് പെണ്ണ് തെറ്റാകും. ഓ, നിനക്ക് അതാണ് പെണ്ണുള്ളത് പോലെ. അത് തന്നെ ഞാനും പറഞ്ഞേ. പുള്ളിക്ക് ഉണ്ടെന്ന് പറയാൻ ഒരു പെണ്ണെങ്കിലും ഉണ്ട്. നമുക്കോ? നിന്റെ കാര്യം എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്റെ കാര്യം എനിക്ക് പറയാൻ പറ്റും. എന്നെ സ്നേഹിക്കാനും കെയർ ചെയ്യാനായിട്ടുള്ളൊരു പെണ്ണ് ഈ ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണിൽ കാണും. എന്റെ ഭൂമിക്ക് കോണില്ലല്ലോ. അപ്പൊ നിനക്ക് പെണ്ണ് കിട്ടൂലല്ലേ? സമാധാനേടാ. പെണ്ണും വേണ്ട കോണും വേണ്ട. ജീവിക്കാൻ വേണ്ടി പെണ്ണോണമൊന്നുമില്ലല്ലോ. പെണ്ണില്ലാതെ ജീവിക്കാം. എന്നിട്ടാണോടാ നീ രേവതി നോ പറഞ്ഞപ്പോ നീ അവളില്ലാതെ ഇരിക്കാൻ പറ്റാന്ന് നടന്നു പറഞ്ഞു മോങ്ങിയത്? അവിടെ മാത്രം ഞാൻ സിൻസിയറായിട്ട് നോക്കിയതാ. അത് 2 കൊല്ലം. നീ സിൻസിയർ കാണിക്കുന്നതിന്റെ ഇടയ്ക്ക് എത്ര പെണ്ണുകളെ നോക്കി? എന്റെ പൊന്നോ കുട്ടു, നീ ഇങ്ങനെ കിടന്ന് നോണ പറയല്ലേട്ടോ. എന്റെ ചങ്ക പൊട്ടണേ. എന്റെ ചന്തിയ പൊട്ടണ്ടേ. മൊത്തം 7 പെണ്ണുങ്ങളെ നോക്കി. അതിൽ 4 പെണ്ണുങ്ങള് എന്റെ ക്ലാസ്സിലുള്ളത്. 3 പെണ്ണുങ്ങളെ ഞാൻ പ്രപ്പോസും കൂടി ചെയ്തത്. ചിലപ്പോ 2 കൊല്ലം എന്നുള്ളത് 1 കൊല്ലം ഒന്നും ആവാട്ടോ. അല്ല, അതിനുശേഷം ഞാൻ ഏതെങ്കിലും പെണ്ണുങ്ങളെ നീ നോക്കണം കണ്ടിട്ടുണ്ടോ? എന്താ കാരണം? നോക്കിയിട്ടും കാര്യമില്ലെന്ന് അറിയാം, അതുകൊണ്ടല്ലേ. അല്ല, അതിനുശേഷം എനിക്ക് പെണ്ണുങ്ങളെ കാണുന്നതേ കലിപ്പാ. എനിക്കും അതാളിയാ, പെണ്ണുങ്ങളെ കാണേ ഉറപ്പാ. ഞാൻ ഇത്തിരി വെള്ളം കുടിച്ചിട്ടല്ലേ. അയ്യോ.